ഓർമ്മകളിലാശാൻ. തെന്നലിൽ തണ്ടലഞ്ഞു വിടരുന്ന താരുകൾ. മഹാകവി കുമാരനാശാന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവിന് സാക്ഷിയാവുകയാണ് തിരുവനന്തപുരത്തെ കുളത്തൂരിലെ കോലത്തുകര ശിവക്ഷേത്രം. ഇവിടെ വെച്ചാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാകുന്നത്. ശ്രീനാരായണ ഗുരു ചൊല്ലിയ ഒരു വരി പ്രാർത്ഥനയുടെ അടുത്ത വരി ഇവിടെ വെച്ച് പൂരിപ്പിച്ചതോടെയാണ് കുമാരനാശാൻ ഗുരുവിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയത്. ലോകത്തെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമാണ് കോലത്തുകര. ശ്രീനാരായണ ഗുരു കോലത്തുകരയിൽ മിക്കപ്പോഴും എത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കലെത്തിയപ്പോഴാണ് ഇവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന മൃഗബലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റാൻ തീരുമാനിച്ചു. 1893 ശ്രീനാരായണ ഗുരു കോലത്തുകര ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് ഗുരു ഗോലതീരശ്യ സ്തവം എഴുതുന്നത്. കാലാശ്രയമെന്നാൽ അണയുന്നവർക്ക് അനുകൂലൻ, ഫാലാഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ, പാലിക്കണമെന്നെ പരിചോടുന്ന കുളത്തൂർ കോലത്തുകര കോവിൽ വാഴും പരമേശ്വരൻ. അതിവിടെ നിന്ന് രചിച്ചതാണ്. ഇതിന് ദൃക്സാക്ഷിയായി കായിക്കര തൊമ്മൻവിളാകത്ത് നാരായണൻ പെരുങ്കുടിയും മകൻ 20 വയസ്സുള്ള കുമാരുവും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് നീണ്ട സംവാദത്തിന് ശേഷം കുമാരുവിനെ ശ്രീനാരായണ ഗുരു ശിഷ്യനായി സ്വീകരിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ക്ഷേത്രച്ചുവരിൽ 2 വരി സമസ്യ കുറിച്ചു. ശേഷം പൂരിപ്പിക്കാൻ അവിടെ കൂടി നിന്ന ചെറുപ്പക്കാരെ ക്ഷണിച്ചു. ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ഗുരു ഇവിടെ തന്നെ ഒരു 2 ശ്ലോകം 2 വരി എഴുതി. കോലത്തുകര കുടികൊണ്ടരളും ബാലപ്പിറ ചൂടിയ വാരിതിയെ. എന്നിട്ട് ഇവിടെ നിന്നവരോട് ചോദിച്ചു. ഇവിടെ കുറേ ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ഈ വാക്യ സമസ്യ പൂരിപ്പിക്കാൻ ആരുണ്ട്? അപ്പോൾ ഒരു കുമാരു എന്ന് പറഞ്ഞൊരു യുവാവ് വന്ന്, കാലൻ കനിവെറ്റ് കുറിച്ച് വിടുന്ന ഒരു ഓലപ്പടി എന്നെ അയക്കരുത്. ആ കുമാരുവാണ് പിന്നെ കുമാരനാശാനും മഹാകവിയും ഒക്കെ ആയത്. അതിന് നാന്തി കുറിച്ച സ്ഥലം ഈ കോലത്തുകരയാണ്, ഈ മണ്ണാണ്. ഇത് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ മതിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കുമാരു എന്ന ചെറുപ്പക്കാരൻ കുമാരനാശാൻ എന്ന മഹാകവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ക്ഷേത്ര പരിസരത്ത് വെച്ച് കൊട്ടാരം ആസ്ഥാന ചിത്രകാരനായ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് ഗുരുവിനെ സാക്ഷിയാക്കി ഒരു ചിത്രം വരച്ചു. 1894 ഗുരുദേവ ക്ഷേത്രം സ്ഥാപിച്ചു. ഇതിൽ ആദ്യം ആരാധന നടത്തിയതും കുമാരനാശാനായിരുന്നു. കുമാരനാശാനാണ് 1894 ഈ പടം ഇവിടെ വെച്ച് അനാച്ഛാദനം ചെയ്ത് പൂജ നടത്തിയത്. ആദ്യത്തെ പൂജ നടത്തുന്നതും കുമാരനാശാൻ. കുമാരു എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതയാത്രയിൽ വഴിത്തിരിവായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ക്ഷേത്രമായി കോലത്തുകര ശിവക്ഷേത്രം മാറി. 24 തിരുവനന്തപുരം.